ഹലോ, വെൽക്കം ടു സ്വസ്തി. അപ്പോൾ ഇന്ന് ചെന്നൈയിലെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ഞങ്ങളുടെ യാത്ര മഹാബലിപുരത്തേക്കാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, റോഡിൽ ഒട്ടും വാഹനങ്ങൾ ഉണ്ടായില്ല. അമ്മയുടെ ഒരു ഫ്രണ്ട് കൽപ്പാക്കത്തുണ്ട്. ആൻറ്റി പറഞ്ഞത് വെച്ച് ഞങ്ങൾ നല്ല തിരക്ക് പ്രതീക്ഷിച്ചാണ് രാവിലെ തന്നെ ഇറങ്ങിയത്. എന്നാൽ റോഡിൽ ഒറ്റ വണ്ടികളും കാണുന്നുണ്ടായില്ല. നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ല് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, തമിഴ്നാട്ടിലെ മനുഷ്യന്മാരെല്ലാവരും റോഡിലേക്ക് ഇറങ്ങാൻ പേടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. മഴ കണ്ടതോടെ ഞങ്ങളുടെ എല്ലാം മൂടങ്ങ് പോയി. കാരണം ഒരുപാട് സ്ഥലം നടന്ന് കാണാനുണ്ടെന്ന് അമ്മ ഇന്നലെ പറയുന്നുണ്ടായി. പോരാത്തതിന് ഒരു റീൽ എടുക്കണം എന്നുള്ള ആഗ്രഹവും വെള്ളത്തിലാവുമല്ലോ എന്നുള്ള പേടിയായിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും ഇറങ്ങി. പിന്നെ കയ്യിൽ 2 കുടയും ഉണ്ട്. ആ ധൈര്യത്തിൽ ഞങ്ങൾ യാത്ര തുടർന്നു. അവിടെ എത്താൻ 2 കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോൾ 2 ചേട്ടന്മാർ ചേർന്ന് മുന്നിലുള്ള വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തുന്നത് കണ്ടു. ആദ്യം എന്താണ് കാര്യമൊന്നും മനസ്സിലായില്ല. പിന്നെയാണ് അവിടെയുള്ള ബോർഡ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങോട്ടേക്കുള്ള വണ്ടികൾ എൻട്രൻസ് ഫീ അവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഹാബലിപുരത്തെ ഗ്രൂപ്പ് ഓഫ് മോണ്യുമെൻറ്റ്സ് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അവിടെ എത്തിയപ്പോൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ട് മഴ മാറി നല്ല വെയിലായിരുന്നു. അമ്മയും അച്ഛനും പ്രീ പ്ലാൻഡ് ആയിട്ട് ക്യാപ്പൊക്കെ എടുത്താണ് ഇറങ്ങിയതെങ്കിലും ഞങ്ങൾ 2 പാവപ്പെട്ടവർക്ക് ക്യാപ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ തൊട്ടടുത്ത കടയിൽ പോയി ഇഷ്ടമുള്ള 2 ക്യാപ്പും വാങ്ങിച്ച് ഞങ്ങൾ 4 പേരും ഷോ ടെമ്പിളിലേക്ക് നടന്നു. ഇതാണ് പല്ലവ ഡൈനാസ്റ്റി പണിത ഷോ ടെമ്പിൾ. പാറ വെട്ടി അമ്പലങ്ങൾ പണിയുന്നതിൽ വിദഗ്ധന്മാരായിരുന്നു പല്ലവാസ്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിനെ സംരക്ഷിച്ചു പോകുന്നുണ്ട്. ഇതൊരു ഷോ ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ 2004 ഉണ്ടായ സുനാമി ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അവിടെ ഒരുപാട് രൂപങ്ങൾ കല്ലുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അവരുടേതായ ലിപികളിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, എല്ലാവരും പോകുന്നുണ്ട്, അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങളും പോയി. ഞങ്ങളെന്തായാലും പോയത് നല്ലൊരു ദിവസമായിരുന്നു. അവിടെ പോയപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അവിടെയൊക്കെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. എന്തൊക്കെയായാലും പല്ലവാസിൻ്റെ കൊത്തുപണിയിലെ വൈദഗ്ധ്യം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായത് ഷോ ടെമ്പിളിൻ്റെ ഒരു മിറർ ഇമേജിൽ നിന്നായിരുന്നു. ഷോ ടെമ്പിളിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് അർജുന പെനൻസും മോണോലിത്തും കാണാനാണ്. ആയോധന കലയിൽ അതിവൈദഗ്ധ്യം നേടാനായി അർജുനൻ ചെയ്ത തപസ്സിനെ സിംബോളിക്കായി റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് അർജുന പെനൻസ് എന്ന പേരിതിന് വന്നത്. ഇതിനെ ഡിസെൻറ്റ് ഓഫ് ഗാഞ്ചസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഭഗീരഥൻ ചെയ്ത കഠിന തപസ്സും ഇവിടെ വെച്ചായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുക്കാൻ അവരെടുത്ത പ്രയത്നം ഒന്ന് ആലോചിച്ചു നോക്കൂ. വളരെയേറെ ബാലൻസ്ഡ് ആയിട്ട് എന്നാൽ ഇപ്പം വീഴും എന്ന് തോന്നിക്കുന്ന വിധത്തിൽ നിന്നുകൊണ്ടിരുന്ന ഒരു കല്ലാണ് ഞങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പഞ്ചരഥാസ് കാണാനാണ്. ഞങ്ങൾ 3 പേരും കാഴ്ചകളൊക്കെ കണ്ട് അവിടെ എത്തുമ്പോഴത്തേലും അച്ഛനും അമ്മയും ആദ്യം തന്നെ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അറിയുന്ന 2 ആൾക്കാർ. ഈ പഞ്ചരഥാസ് എന്ന് പറയുന്നത് 5 മോണോലിത്തിക് റോക്കറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. ഈ 5 രഥാസും ധർമ്മരാജ, ഭീമ, അർജുന, നകുല, സഹദേവ, ദ്രൗപദി എന്നിവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. धर्म आदि आनंद सत्य असत्य कलेश कलंक स्वार्थ की कथा परमार्थ की.
शक्ति है भक्ति है जन्मों की मुक्ति है जीवन का ये संपूर्ण सार है പഞ്ചരദാസ് കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും നല്ലോണം ടയേർഡായി, നന്നായിട്ട് വിശക്കുന്നുണ്ടായി. പിന്നെ ഏക ലക്ഷ്യം ഫുഡ് കഴിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഗൂഗിളിൽ റിവ്യൂ നോക്കി ഞങ്ങൾ അറേബ്യൻ ഗാർഡൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സ്ക്വിഡും ഫിഷ് ഫ്രൈയും പിന്നെ ചിക്കനും അങ്ങനെ എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നതും പിന്നെ ഒന്നിനും വെയിറ്റ് ചെയ്തില്ല. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. പെട്ടെന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി. ഫിഷ് ഫ്രൈ വേണം എന്നുള്ളത് അമ്മയുടെ നിർബന്ധമായിരുന്നു. നല്ല ആംബിയൻസുള്ള ഹോട്ടലായിരുന്നേ, പക്ഷേ ചൂടുവെള്ളം മാത്രം തന്നില്ല. അവരടുപ്പത്ത് വച്ചില്ല എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഞാനിങ്ങനെ ചിക്കനും കൂട്ടി ഇവിടെ പോയാലും അത് വിട്ടൊരു കളി ഇവക്കില്ല. ഫിഷിന്റെ തല അറ്റാക്ക് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് അമ്മയുടെ ഫ്രണ്ട് സുധാൻ്റിയുടെ കൽപ്പാക്കത്തുള്ള വീട്ടിലേക്കാണ്. 2 തവണ വഴി തെറ്റെങ്കിലും അതിൻ്റെ ഒന്നും ഒരു അഹങ്കാരം ഇല്ലാതെ അതേ മാപ്പ് നോക്കി ഞങ്ങൾ പിന്നെയും യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ അനുശ്രീൻ്റെ ഹിസ്റ്ററി ക്ലാസ് ഒഴിച്ച് കാഴ്ചകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി. നരസിംഹവർമ്മന്റെ അച്ഛനാണ്. അപ്പോൾ ഈ നരസിംഹവർമ്മൻ എന്ത് ചെയ്ത് റിവെഞ്ച് ചെയ്യാൻ ഈ ചാലുക്യാസ് കർണാടകയില് വെങ്ങി അവിടെ എത്തി നോക്കുമ്പോൾ സുധാൻ്റെ അമ്മയും വിശേഷങ്ങൾ നിർത്തുന്നേയില്ല. അവർക്ക് കഥകൾ പറഞ്ഞിട്ടൊന്നും തീരുന്നേ ഉണ്ടായില്ല. അമ്മക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല സുഹൃത്താണ് സുധാൻ്റെ. 10-30 വർഷമായിട്ട് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന നല്ലൊരു സൗഹൃദം. അവിടുത്തെ ചാരു കസേര കണ്ടപ്പോൾ മാടമ്പള്ളിയിൽ മനോരോഗി ഉണർന്ന് ആടാൻ തുടങ്ങി. ആടിക്കോട്ടെ, പുലരുവോളം ആടിക്കോട്ടെ. പിന്നീട് സുധാൻ്റെ സ്പെഷ്യൽ പനിയാരവും കഴിച്ച് നാളത്തേക്കുള്ള ഇഡ്ലി മാവും ദോശമാവും എല്ലാം വാരിക്കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചു ക്വാർട്ടേഴ്സിലേക്ക്. ഇടയ്ക്ക് വെച്ച് നിവേദിതയ്ക്ക് വേണ്ടി കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി A to Bയിൽ ഇറങ്ങിയിട്ടുണ്ടായി. അവിടുത്തെ ദീപാവലി ആഘോഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാ റോഡിലും പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ ഗുണ്ടുകളി ടീംസാണ് ഗൈസ്. അങ്ങനെ വീട്ടിലെത്തി കാർഡ്സും കളിച്ച് ഞങ്ങൾ വേഗം തന്നെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേച്ചപ്പോൾ പിന്നെ ഒന്നിനും സമയമില്ല. ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. അമ്മേ ബൈ 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 ബൈ. സന്തോഷം. ഒന്ന് ഇറങ്ങിപ്പോയി തരുമോ? അമ്മ വരുന്ന നമ്മളെ കൂടെ വരുന്ന? ഞാൻ കൃത്യബോധമുള്ള ആൾക്കാരാണ്. കൃത്യബോധത്തിന് എന്താ കുഴപ്പം? ഇപ്പോ ജോലിക്ക് പോണ നിർബന്ധ? അച്ഛനെ കണ്ടുപിടിക്കല്ലേ അച്ഛ? അമ്മക്ക് ഞങ്ങളെ കൂടെ തിരിച്ചു പോരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വർക്ക് ഹോളിക് ആയതുകൊണ്ട് മാത്രം വന്നില്ല. അങ്ങനെ അമ്മനോട് ബായ് പറഞ്ഞ് ഞങ്ങൾ നേരെ ബാംഗ്ലൂർക്ക് വിട്ടു. ഏകദേശം 1 മണിയായപ്പോൾ വിശപ്പ് തട്ടി. അപ്പോൾ തന്നെ ഞങ്ങൾ അമ്പൂർ ബിരിയാണി കഴിക്കാമെന്നുള്ള ഐഡിയയിൽ ഒരു ഹോട്ടലിലേക്ക് കയറി. 2 അമ്പൂർ മട്ടൺ ബിരിയാണിയും ഒരു ഗോബി നൂഡിൽസും പിന്നെ ഒരു ചിക്കൻ പെപ്പർ ഫ്രൈയും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നല്ല ഫുഡായിരുന്നു അവിടുത്തെ. സാധാരണ തലശ്ശേരി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റ് വേറെ കിട്ടാനില്ല. ഹൈവേ കൂടെ വന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ
വൈകുന്നേരം ഏകദേശം 4 മണിയോട് അടുപ്പിച്ച് ഞങ്ങൾ ശ്രീകുട്ടൻ്റെ റൂമിലേക്ക് എത്തി. അവൻ്റെ പടം മൊത്തം അവിടെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ വിശ്രമിച്ചതിന് ശേഷം തിരക്കിട്ട് ഗെയിം കളിക്കുന്ന ആ പിള്ളേരെയും കൂട്ടി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ചായയും കുടിച്ച് ശ്രീകുട്ടനെ അവിടെയാക്കി ഞങ്ങൾ നേരെ തലശ്ശേരിക്ക് യാത്ര തുടർന്നു. ഏകദേശം 12 മണിയോടടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി. ആ നല്ല 3 ദിവസത്തെ ഓർമ്മകളും യാത്രയുടെ ക്ഷീണവും കാരണം പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി.